ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇടിയൻ ചന്തു കണ്ടു. തൃശ്ശൂർ രാംദാസ് തിയേറ്ററിന് സെക്കൻഡ് ഷോ ആണ് പടം കാണുന്നത്. പടത്തിനെ കുറിച്ച് കുറേ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ നമ്മൾ പടം കാണാൻ പോയത്. എനിക്ക് ആവറേജിന് താഴെ എക്സ്പീരിയൻസ് ഫീൽ ചെയ്തു. ചില സമയങ്ങളിലൊക്കെ ഇറങ്ങിപ്പോകുന്നത് നേരെ തോന്നി. പടത്തിൽ കുറേ സംഭവം ഇருக்கு, കുറേ നല്ല സീൻസൊക്കെ ഉണ്ട്. പക്ഷെ കണക്ഷൻ വേണ്ട. നമ്മൾ ഇപ്പം ശരിയോ എന്ന് പറഞ്ഞ പോലെ സ്പ്ലെൻഡർ എടുത്ത് ഇപ്പം ശരിയോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. പക്ഷെ ശരിയാവാതെ പോയി. പക്ഷെ ക്ലൈമാക്സിൽ എന്തൊക്കെയോ ഒരു കാണിച്ച് കൂട്ടിയിട്ടൊക്കെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് എന്തൊക്കെ ഫീൽ ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അതും എന്നെ സംബന്ധിച്ച് പേഴ്സണലി കിട്ടിയില്ല. പെർഫോമൻസുകളുണ്ട് പടത്തിൽ. ലാലൻസ് എല്ലാ ഫിലിമിലും ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടർ ജോണി ആൻ്റണി. എനിക്ക് ജോണി ആൻ്റണി സത്യം പറഞ്ഞാൽ വെറുത്ത് തുടങ്ങിയിരിക്കുന്നു. ആളെ എന്തൊക്കെയുണ്ട്, പക്ഷെ ആള് വാരി വലിച്ച് പടം ചെയ്തിട്ടാണെന്ന് അറിയില്ല. ഗായത്രി ആയിരുന്നു. ആൾക്ക് കുറെ കാലങ്ങളായിട്ട് നമ്മൾ മിനി സ്ക്രീനിൽ കണ്ടു മാത്രമേ കാണാറുള്ളൂ. ഇപ്പോൾ ഒരു ഫിലിമിൻ്റെ നല്ല റോള് ചെയ്തിട്ടുണ്ട്. ആൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കൊണ്ടുപോകുന്നുണ്ട്. ആള് ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജയശ്രീ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഗോപികൃഷ്ണൻ പെർഫോമൻസ് നമ്മൾ എടുത്തു പറഞ്ഞിട്ട്. കാരണം ഒരു വയ്യാത്തൊരു കുട്ടിയുടെ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ആളെ ഫേസും നിങ്ങൾക്ക് അറിയാലോ. വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നമുക്കറിയാം. ദൈവം ഓരോരുത്തരെ ഭൂമിയിലേക്ക് ഇറക്കുന്നത് പല രീതിയിലാണ്. അപ്പോൾ ഇയാൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് നന്നായി ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സലീംകുമാർ കുറച്ച് സമയമുള്ളൂ, അത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിപ്പോയി. ലെനയെ കുറിച്ച് നമുക്ക് അറിയാം. ലെനയുടെ പെർഫോമൻസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത്. പക്ഷെ ആ പെർഫോമൻസിനൊക്കെ അപേക്ഷിച്ച് എനിക്ക് ഈ പടത്തിൽ ആളൊന്നും ചെയ്തിട്ടാണ് തോന്നിയത്. രഘുനാഥ് പാലേരി ആസ് യൂഷ്വൽ. രമേഷ് പിഷാരുടെ ക്യാമിയോ റോളാണ്. എന്തൊക്കെയോ കണ്ടു പോകുന്നു. രമേഷ് പിഷാരുടെ ഏറ്റവും മോശം അഭിനയങ്ങളിൽ നല്ലൊരു പടം കണ്ടാണ് അത്. അതിൽ ഷോ കാണുന്നത്, അതിൽ ഷോ അടിക്കാൻ തോന്നി. ശ്രീത്രവിയുള്ള സമയം കുറച്ച് നന്നായിട്ടുണ്ട്. ചീട്ടിഞ്ഞൊരു അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ചന്തു സലീകുമാർ വില്ലൻ കുഴപ്പമില്ല, പക്ഷെ പോരാ. സ്മിനു ആളൊരു അമ്മ റോള്, എല്ലാ പടത്തിലും അമ്മ റോളാണ്. അത് ഈ പടത്തിൽ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗൗരവമുള്ള അമ്മയാണ്. ബിജു സോമൻ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചു, സൂരജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ പെർഫോമൻസ് നമ്മൾ പല പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ആ പെർഫോമൻസിനെ അപേക്ഷിച്ചത് ഷോകായിട്ടൊക്കെ തോന്നിയത്. നായകട്ട അയ്യൻ വിജയൻ വന്ന് സ്കൂളിലെ സ്പോർട്സ് ടീച്ചറാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ചെറിയ മാസമൊക്കെ എടുക്കുന്നുണ്ട്. ക്ലൈമാക്സിൻ്റെ ഫൈറ്റിനിടെ ഒരാൾ സിസർക്കട്ടൊക്കെ അടിക്കുന്നുണ്ട്. ആവശ്യമില്ലാണ്ട് വെറുതെ ഷോട്ട് കൊടുത്തുള്ള വിജയകുമാർ. ഇതൊക്കെയാണ് കാസ്റ്റിംഗ് വരുന്നത്. പടന്ന് പീറ്റർ ഹെയ്നായിട്ട് ഇതിൻ്റെ ഫൈറ്റ് ചെയ്തില്ല. അതൊന്നും തോന്നിയില്ല കേട്ടോ. ഒരു കാരണവശാലും ഇത് പീറ്റർ ഹെയ്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം ആള് ചെറുപ്പങ്ങളെ കുറിച്ച് പ്രശ്നമുള്ള കുട്ടിയാണ്. പ്രശ്നം മീൻസ് അച്ഛൻ പോലീസുകാരൻ. അപ്പം ഇടി ഭയങ്കര വീട്ടിലെ വീടന്നെ പുറത്തായാലും ആൾ ആ മൈൻഡാണ്. അപ്പം അത് കണ്ട് വളരുന്നൊരു ചെക്കൻ്റെ ആറ്റിറ്റ്യൂഡ്. പക്ഷെ അതിട്ട് റിലേറ്റഡ് ആയിട്ട് ആള് അച്ഛൻ മരിക്കാണ്. അപ്പോൾ ആ ജോലി കിട്ടും. അതിന് മുന്നേ +2 പാസ്സാണ്. വയസ്സെന്ന് ചെറുപ്പം. അപ്പോൾ 22 വയസ്സായിട്ട് അത് കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ആൾ കുറേ സ്കൂളുകളിൽ മാറി പോകുന്നുണ്ട്. അപ്പോൾ അതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതിൻ്റെ കുറേ കണക്ഷൻ കൊണ്ടുവന്ന് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ഫിലിമായിട്ട് കണക്റ്റഡ് അല്ല. പിന്നെ കുറേ നല്ല പെർഫോമൻസുകൾ ചില ആളുകളൊക്കെ ഉണ്ട്. ക്ലൈമാക്സിൽ 1-2 കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കൗട്ടാവും. എന്നിട്ട് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്നൊക്കെ തോന്നിപ്പോയി. സ്കൂളിലൊരു ഫൈറ്റാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഇറക്കി വിട്ടിട്ട് ലാലൻസ് ഫാദർ സ്കൂൾ പ്രിൻസിപ്പാള് അറ്റാക്ക് ചെയ്യാൻ പറയുന്ന സീനാണ്. അപ്പം അതിലെന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. എന്നാലും അത് കണക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല സീനുകളും ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ ഒരു പടത്തിന് നെഗറ്റീവ് പറയുന്ന ആളല്ല. പക്ഷെ എനിക്കത് കണക്ഷൻ ഉണ്ടെങ്കിൽ പടം ഒരു ആവറേജിലൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ കണക്ഷൻ ഇല്ലാണ്ട് പോയി. എന്തായാലും ശ്രീതുഞ്ഞനെ സംബന്ധിച്ചൊരു അറ്റംപ്റ്റ് ആയിരിക്കാം. വിഷ്ണു ഉണ്ണികൃഷ്ണ അഭിനയം, ആളൊക്കെ എത്ര പടങ്ങൾ ഇതിലേക്ക് പളുങ്കൽ പെർഫോമൻസ് വരെ നമ്മൾ അത്ര മനസ്സിൽ കിടക്കുന്ന സാധനങ്ങൾ. ആളെ എത്ര സ്ട്രഗിൾ ചെയ്ത് ഇൻഡസ്ട്രി പിടിച്ച് നിന്നിട്ട് ഇതുവരെ എത്തിയ ആളെ തന്നെയാണ് ഈ പടം എടുത്തുള്ളത്. അപ്പം അതിൻ്റെതായിട്ട് പെർഫോമൻസ് ഒന്നും കാണുന്ന രീതി ആളുടെ ക്യാരക്ടർ കൊണ്ടുവരാൻ കുറേ ശ്രമിച്ചെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് ഫീൽ ചെയ്ത്. മൊത്തത്തിൽ ഭയങ്കര നിരാശജനകമായിരുന്ന പടത്തിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പടം കാണാൻ. അതെന്താണെന്ന് അറിയില്ല. പക്ഷെ എത്ര നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാലും ഫിലിം കണ്ട ആൾക്കാർ ഫിലിം കാണുന്നുള്ള ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തിയേറ്ററിൽ കിട്ടിയത്. നിങ്ങളൊന്ന് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഞാൻ കണ്ട സമയം എനിക്ക് ഓരോരുത്തർ മൈൻഡ് സെറ്റൊക്കെ വേറെ രീതിയിലായിരിക്കും. നല്ല പ്രഷർ ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നു. എനിക്ക് എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങൾ കണ്ടു നോക്കൂ. ഒന്നുകൂടി നന്നാക്കാൻ പറ്റുന്നൊരു ഫിലിമായിരുന്നു. പടത്തിൽ കുറേ സംഭവം ഇറുക്ക്, പക്ഷെ നോ കണക്ഷൻ, തിരക്കഥ ശോകം. അതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾ പടം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വിലയിരുത്ത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.